ചിങ്ങം ഒന്നായിട്ട് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോയാലോ? ആദ്യം തന്നെ റെഡി ആവാം. ഞാൻ ഈ കമ്മൽ എവിടുന്നാ മേടിച്ചതെന്ന് ചോദിക്കരുത്. എനിക്ക് ഓർമ്മയില്ല. ഈ രുദ്രാക്ഷ ഞാൻ ഗുരുവായൂരുന്നാ മേടിച്ചത്. ആൻഡ് ഈ കുർത്തി ഈസ് ഫ്രം ഹൗസ് ഓഫ് കെ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്ക് അയച്ചു തന്നത്. ആദ്യം നമ്മൾ പോയത് അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രത്തിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുറ്റുപാടാണ് ഈ അമ്പലത്തിൻ്റെ. എനിക്ക് മോസ്റ്റ്ലി അമ്പലം എനിക്കൊരു വൈബാണ് ആക്ച്വലി. മനസ്സിനൊരു സന്തോഷമാണ്. അമ്മ പതുക്കെ പതുക്കെ പടിയൊക്കെ ഇറങ്ങി നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പിടിച്ചു. ഇത് വാഴാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ തട്ടകത്ത് അമ്പലമാണ് ട്ടോ. നമ്മളെ ഈ ഇടവകപ്പള്ളി എന്നൊക്കെ പറയണ പോലൊരു സംഭവമാണ് തട്ടകത്ത് അമ്പലം. അത് കഴിഞ്ഞ് നമ്മൾ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ പോയി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. കാരണം ഇതിൻ്റെ ചുറ്റും വലിയ പാടവും കുളവും അങ്ങനെ ഇതിൻ്റെ ചുറ്റുപാടും തന്നെ ഭയങ്കര വൈബാണ്. ഇന്നവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. പ്രസാദം കഴിക്കുക ഈസ് മൈ മെയിൻ തിങ്. അമ്പാടി കണ്ണനെയും കണ്ടു. അമ്മയും ഞാനും കൂടെ നടന്ന് നടന്ന് വരികയാണ്. അമ്മ നടന്നൊരു വഴിയായിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ 4ാമത്തെ അമ്പലമാണ് ഇന്ന്. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തൊരു അമ്മമ്മയും അച്ഛച്ചനും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നിന്ന് ഇതൊക്കെ നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞ് കുളത്തിൽ പോയി. അമ്പലത്തിൽ പോയാൽ കുളത്തിൽ പോയില്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ് എനിക്ക്. ഒരു അമ്പലത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലൊന്ന് അതിൻ്റെ കുളമാണ്. ഞാൻ ആദ്യം തന്നെ കുളം എക്സ്പ്ലോർ ചെയ്യും. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കുളമാണ്. ഇവിടെ ഈ അടുത്തൊരു ഷൂട്ട് പോലും ഞാൻ ചെയ്തു. ഞാൻ എപ്പോൾ ഫോട്ടോ ഇടുമ്പോഴും ആൾക്കാർ ചോദിക്കാറുമുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ നമ്മുടെ 4 അമ്പലങ്ങളും വിസിറ്റ് ചെയ്ത് നമ്മൾ ക്ഷീണിച്ച് ഒരു കരിക്കൊക്കെ കുടിച്ച് വീട്ടിൽ പോയി ഒരു പൂക്കളം കൂടി ഇട്ടപ്പോൾ ചിങ്ങം 1 അങ്ങനെ പെർഫെക്റ്റായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കും ഒരു പെർഫെക്റ്റ് ഇയർ ആവട്ടെ.